بسم الله الرحمن الرحيم. أحرم بالحج. ഹജ്ജ് കൊണ്ട് ഒരാൾ ഇറാൻ കിട്ടി എന്നിട്ടോ തുമ്മ ഷക്ക പിന്നീട് അയാൾക്ക് സംശയം വന്നു. എന്താ സംശയം? അൽ കാനവി അശൂർ ഹജ്ജി, ഇഹ്റാൻ കെട്ടിയത് ഹജ്ജിന്റെ മാസങ്ങളിലാണോ? ഔ കബിലഹ, മാസങ്ങൾക്ക് മുമ്പാണോ? സമയത്തിലാണോ? സമയത്തിന്റെ മുമ്പാണോ ഹജ്ജിന് ഇഹ്റാൻ കെട്ടിയത്? ഇഹ്റാൻ കെട്ടിയതിൽ ഉറപ്പാണ്, സമയത്തിലെ സംശയം വന്നു. എന്നാൽ എന്താണ് ഇവിടുത്തെ ഈ സംശയത്തിന്റെ പ്രതിവിധി? കാന ഹജ്ജൻ, അത് ഹജ്ജ് തന്നെ ആവുള്ളൂ. കാരണം അന്നഹു അലാ യഖീൻ മിൻ ഹാദിൽ സമാൻ, ഈ പറഞ്ഞ ഹജ്ജിന്റെ മാസങ്ങളിൽ ആണ് എന്ന കാര്യത്തിൽ ഉറപ്പിലാ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടത് ഹജ്ജായി മാറുമെന്ന. അലാ ശക്കി മിൻ തഖദ്ദുമിഹി, പിന്നത് മുന്തിയ കാര്യം ഏതാണ്? ഹജ്ജിന്റെ മാസങ്ങളിൽ തന്നെയാണ് ഇഹ്റാൻ കിട്ടുന്നത്, യഖീനാണ്. ഒരു സംശയം കിടക്കുന്നത് എന്താന്ന് വെച്ചാല് മുന്തിയത് എവിടെയാണ്, ഏതിലാണ് മുന്തി വന്നത്, അവിടെ തർക്കമുണ്ട്, അവിടെ സംശയം വന്നതാണ്. ദക്കറഹു ശറഹുൽ മുഹദ്ദബ്, അങ്ങനെയാണ് ഇമാം നബവി തങ്ങൾ തന്റെ ശറഹുൽ മുഹദ്ദബ് ഇതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ യഖീനാണ് എടുക്കുന്നത്, സംശയം പോക്കിക്കളഞ്ഞു. സംശയമുള്ളത് കൊണ്ട് യഖീൻ പോകൂല. ഇനി മറ്റൊരു മസ്അല, അക്കല ആഖിറൽ ലൈലി, രാത്രിയുടെ ലാസ്റ്റ് ഭാഗത്തിൽ ഭക്ഷണം കഴിച്ചു. കാരണം നോമ്പുകാരനാണ്, റമളാൻ മാസത്തിലാണ്. ഫജർ, ഭക്ഷണം കഴിച്ച ഉറപ്പാണ്, രാത്രിന്റെ ലാസ്റ്റ് സമയത്തിലോ അതറിയാം. സംശയം സുബഹി വെളിപ്പെട്ടോ അല്ലേന, ഫജ്ർ സാദിഖ് വെളിപ്പെട്ടോ സംശയം. എന്നാൽ ഇവന്റെ നോമ്പിനെ കുറിച്ച് എന്താ വിധി പറയാനുള്ളത്? സഹ സോമുഹു, അയാൾ നോമ്പ് ശരിയായല്ലോ. എന്തുകൊണ്ട്? അന്നൽ അസ്ല ബഖാഉൽ ലൈലി, അവിടെ രാത്രി അവശേഷിക്കുക എന്ന അടിസ്ഥാനമാണ്, അതുകൊണ്ടാണ്. വകദാഫിൽ വുഖൂഫി, ഇതേപോലെ തന്നെയാണ് അറഫ നിൽക്കുന്നവർക്ക് മസ്തലയും. ഇനി വേറൊരു മസ്തല, അക്കല ആഖിറ നഹാരി, പകലിന്റെ ലാസ്റ്റ് തിന്നു ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചത് എങ്ങനെയാണ്? ബിലാ ഇജ്തിഹാദ്, ഗവേഷണം ചെയ്തിട്ടില്ല, അത് കഴിച്ചു. എന്നിട്ട് വശക്ക ഫിൽ ഉറൂബി, നോമ്പ് ഞാൻ തുറന്നല്ലോ, ഒരു ഗവേഷണം ചെയ്തിട്ടുമില്ല. പിന്നെ സംശയം വന്നു, നോമ്പ് തുറന്നത് സൂര്യാസ്തമാനത്തിലാണോ അല്ലേ എന്ന് സംശയിച്ചാൽ എന്താ അവിടെ പറയാനുള്ളത്? ബത്തല സോമുഹു, ആ സംശയിച്ചവന്റെ നോമ്പ് ബാത്തിലാണ്. എന്റെ ബാത്തിലായത് അവിടെ അന്നൽ അസ്ല, അവിടെ അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ ബഖാഉൻ നഹാരി, പകല് അവിടെ ശേഷിക്കലാണ്. കാരണം പകല് ലാസ്റ്റാണ് തിന്നിക്കുന്നത്, ആ സംശയം ഉറൂബിലാണല്ലോ. അപ്പൊ പകലിന്റെ പകലാണ് അവശേഷിക്കാൻ അസലായതുകൊണ്ട് ആ നോമ്പ് ബാത്തിലായി. നവ, ഈ നോമ്പിനെ സംബന്ധിച്ച് ഇനി മസ്അല, നീയത്വം വെച്ചിട്ടുണ്ട്, രാത്രി വെച്ചിക്കണത് ഉറപ്പാണ് വെച്ചു എന്നുള്ളത്. തുമ്മ ഷക്ക, പിന്നെ സംശയം വന്നു വരാലോ. ഹൽ തറ അൽ ഫജ്റു അംല, ഞാൻ നീയത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ വെച്ചപ്പോ സുബഹി വെളിപ്പെട്ടോ ആയിട്ടില്ല, ഇങ്ങനെ സംശയം വന്നു. അവിടെ എന്താ മസ്അല? സഹ സോമുഹു, ഇവന്റെ നോമ്പ് ശരിയാണ്. ബിലാ ഖിലാഫിൻ, അവിടെ ആർക്കും തർക്കിക്കാനൊന്നുമില്ല. നീയത്ത് വെച്ച രാത്രി സംശയം സുബഹി വെളിപ്പെട്ടോലെന്നില്ല, ആ സംശയം കളയും. ഇനി വേറെ ആണും പെണ്ണും, ഭാര്യയും ഭർത്താവുമാണ്. സൗജാനി മുദ്ദത്തുൻ മദീദ, ഒരുപാട് കാലം ഭാര്യയും ഭർത്താവും ചേർന്ന് കുടുംബമായി ജീവിച്ചു. പിന്നെ പെണ്ണല്ലേ, പിണക്കം വരും. പിണക്കം വന്നു കഴിഞ്ഞാൽ മുഴുവൻ നിഷേധിക്കലുണ്ടാവും, എല്ലാം നന്മയും. സുമ്മദ്ദാത്ത്, എന്നാ പെണ്ണവിടെ വാദിച്ചു, ഒരുപാട് കാലം ജീവിച്ചിങ്ങനെ കുടുംബമായി ജീവിച്ചു. പിന്നീട് അവൾ വാദിക്കുകയാണ്, അദ്മൽ കിസ്വ വന്നഫഖത്തി, എനിക്ക് വസ്ത്രവുമല്ല ചെലവും തന്നിട്ടില്ല, ഇത്രയും കാലമായിട്ട് എന്ന് ഓൾ വാദിച്ചു. എന്നാ എന്താ ഇവിടെ പറയാനുള്ളത്? ഫൽ ഖൗലു ഖൗലുക, ഓള വാക്കാണ് അവിടെ അംഗീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓള വാക്കവിടെ അംഗീകരിച്ചത്? അന്നൽ അസ്ല, അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ ബഖാഹുമ, ഈ ചിലവ് കൊടുക്കലും വസ്ത്രത രണ്ടും അവശേഷിക്കലാണല്ലോ. ഫീ ദിമ്മത്തി, ഭർത്താവിന്റെ ഉത്തരവാദിത്വം ഉണ്ടാവലാണല്ലോ അസല്, അത് വെക്കലും. പിന്നെ അതും അദായിഹ, അദാഹിമ, ഈ നഫഖത്തും കിസ്വത്തും
അയാൾ വീട്ടിയിട്ടില്ല എന്നുള്ളതുമുള്ള അസല്. അങ്ങനെ അസലുകൊള്ള നോക്കുമ്പോ ഈ വാദം അവളുടെ അംഗീകരിക്കുള്ളൂ എന്നാണ്. ഇനി മറ്റൊരു വിവാഹം, സവ്വജൽ അബു ഇബ്നതഹു, പിതാവ് തന്റെ മോളെ കെട്ടിച്ചു, അഥവാ മുഹമ്മദ് ഫാത്തിമാനെ കെട്ടിച്ചു കൊടുത്തു എന്നർത്ഥം. എങ്ങനെ കെട്ടിച്ചു കൊടുത്തത്? മുഅ്തഖിദം ബകാറതഹ, അവൾ കന്യകയാണ്, അവൾ ചാരിത്രശുദ്ധി പോയിട്ടില്ല, അതുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് കെട്ടിച്ചു കൊടുത്തത്. ശേഷം ഷഹിദ അർബഅ നിസ്വ, പിന്നെ 4 പെണ്ണുകളോട് വന്നു സാക്ഷി. എന്താ സാക്ഷി? സുയൂബത്തിഹ, അവൾ കന്യകത്വം നഷ്ടപ്പെട്ടവളാണ്. എപ്പോ? എന്തൽ അഖദി, നിങ്ങൾ മോളെ കെട്ടിച്ചെടുത്ത നിക്കാർത്തിയാലോ, ആ സന്ദർഭത്തിൽ തന്നെ അവള് ബക്കാറത്ത് നീങ്ങിപ്പോയവളാണ്, അവൾക്ക് ബിക്ർ എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. എന്നാൽ ഈ നിക്കാ ബാത്തിലാവുമല്ലേ? പിതാവിന്റെ വിശ്വാസം ബക്കാറത്താണെന്നാണോ? എന്നാൽ ലയ്യബത്തുൽ, ആ നിക്കാ ബാത്തിലൊന്നും ആവില്ല, ശരിയായി. എന്താ കാരണം? ജവാദ് ഇസാലത്തിക, ബക്കാറത്ത് നീങ്ങി നമ്മൾ സമ്മതിക്കാം, കാരണം വിചരിക്കണമെന്നില്ലല്ലോ, അവിഹിത ബന്ധം ഇവിടെ വേണ്ട, അല്ലാത്തതിനെ നീങ്ങിപ്പോകാം. ആ ബക്കാറത്ത് നീങ്ങിയത് പറ്റുമല്ലോ, വിരലുകൊണ്ട്, ആ മുഫിരി നഖം കൊണ്ട്, അവിടെ ഇതായി, അവിടെ വിരല് കൊണ്ടോ നാം കൊണ്ടോ തോണ്ടി വെച്ചു, അത് പൊട്ടിപ്പോയി. അങ്ങനെ വരാലോ ആ നീങ്ങൽ. അസുലുൽ ബക്കാറത്ത്, അടിസ്ഥാനപരമായി അവൾ ചെയ്യുമെന്ന് പറഞ്ഞാല് ലൈംഗികം എന്തൊന്നും വേണ്ടല്ലോ, അതില്ല, ഇങ്ങനെ വരാലോ. അപ്പൊ അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ അവൾ ബക്കാറത്ത് തന്നെയല്ലേ, അവൾ വാപ്പാന്റെ വിശ്വാസം തെറ്റിയിട്ടില്ലല്ലോ എന്നാണ് അവിടെ പറയാനുള്ള അവസ്ഥ. ഇനി ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല കച്ചറയാണ്. ഇഖ്തലഫു സൗജാനി ഫി തംകീനി, ഭർത്താവ് പറയുന്നു ഓളെനിക്ക് തന്നിട്ടില്ല, ഭാര്യ പറയുന്നു ഞാൻ എന്തായിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. ഭാര്യ പറയുന്നു ഞാൻ കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് കൊടുത്തിട്ടുണ്ട്, ഭർത്താവിനില്ലാണ്. ഇപ്പൊ കാലത്ത് അപ്പൊ എന്തായി? അവള് പറയാ സല്ലംതു നഫ്സി ഇലൈക മിൻ വഖ്തി കദാ, ഞാൻ എന്റെ ശരീരത്തെ ഇന്ന സമയത്തിൽ നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് എന്ത് പറഞ്ഞു? അവള് പറഞ്ഞു. അങ്കറ, ഭർത്താവ് നിഷേധിച്ച് ഇല്ല എന്ന്. ഈ തർക്കത്തിൽ ആരെ വാക്കെടുക്കണം? ഫൽ ഖൗലു ഖൗലുഹു, എന്നാ അവിടെ വാക്കെടുക്കേണ്ടത് ആരുടെ അറിയോ? ഭർത്താവിന്റെ വാക്കാണ്. കാരണം എന്താണ്? അന്നൽ അസ്ല അദ്മു തംകീനി, അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ ഭാര്യ ഭർത്താവിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്തിട്ടില്ല എന്ന അസ്ല്. ഈ തർക്കത്തിൽ ഭർത്താവിനെ സ്വീകരിക്കുന്നു. ഇനി വേറെ, വലതത്ത്, അവൾ പ്രസവിച്ചു. അപ്പൊ തല്ലഖ, പ്രസവിച്ച ഉടനെ ഭർത്താവ് അവളെ തലാക്ക് ചൊല്ലി വിട്ടു. എന്നിട്ട് ഇവൾ വാദിക്കുന്ന കാല, അവൻ പറയുന്നു തല്ലഖത്തു ബഅദൽ വിലാദത്തി, പ്രസവം കഴിഞ്ഞു, ആ പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവളെ തൊലാക്ക് ചൊല്ലി. എന്താ കാരണം? തൊലാക്ക് ചൊല്ലിയിട്ട് അവൾ പ്രസവിച്ചാൽ അവളെ ഇദ്ദ കഴിഞ്ഞു എന്നോ? അപ്പൊ അങ്ങനെയല്ല, തൊലാക്ക് ചൊല്ലിയിട്ടുണ്ട്, ചൊല്ലിയത് പ്രസവം കഴിഞ്ഞിട്ടാണെന്ന്, അപ്പൊ ഇദ്ദ കഴിഞ്ഞൂരല്ലോ. ഫലി റജഅത്തു, അപ്പഴി അവളെ മടക്കിയെടുക്കലുണ്ട് എന്ന് ഓ പറയുന്നത്. ഓ കാലത്ത്, എന്നാ ഓള് പറഞ്ഞത് അങ്ങനെയല്ല, ഖബിലഹ, പ്രസവത്തിന്റെ മുമ്പ് തന്നെ തൊലാക്ക് ചൊല്ലിയിട്ടുണ്ട്, ഫലാ റജഅത്ത, ഇനി മടക്കിയെടുക്കാൻ പറ്റൂല. ഇതാണ് ഞങ്ങൾ തർക്കിക്കുന്നത്. വലം യുഅയ്യിന വഖ്തൻ ലിൽ വിലാദത്തി വലാലി തലാഖി, പ്രസവത്തിന്റെയോ അല്ലെങ്കിൽ തലാഖിന്റെയോ സമയം രണ്ടാളും വ്യക്തമാക്കിയതുമില്ല. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വാക്കാരെടുക്കണം? ഫൽ ഖൗലു ഖൗലുഹു, എന്നാ ഈ ഭർത്താവ് പറഞ്ഞ വാക്കാണ് അവിടെ എടുക്കേണ്ടത്. അതെന്താ അങ്ങനെ എടുക്കാൻ കാരണം? ഈ അന്നൽ അസ്ല, അവിടെ അടിസ്ഥാനപരമായി ചിന്തിച്ചാല് ബഖാഉ സലത്തനത്തിൻ നിക്കാഹി, നിക്കാഹിന്റെ അധികാരം അവിടെ അവശേഷിക്കാനുള്ള അസല്, അതുകൊണ്ട് അവന്റെ വാക്കെടുക്കാണ്. ഇനി യോമിൽ വിലാദത്ത്, രണ്ടാക്കും ഇങ്ങനെയും വരാലോ. പ്രസവിച്ച ദിനം തലാക്ക് ചൊല്ലിന് രണ്ടാളും സമ്മതിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞ യോമിൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ പ്രസവിച്ചത്, അന്ന് തലാക്ക് ചൊല്ലി മതി. എന്നിട്ട് വക്കാല, ദിവസം പറഞ്ഞു
എന്നിട്ട് പറയാം പ്രസവിച്ച ദിവസം പിള്ളേക്ക് രണ്ടാളും സമ്മതിക്കുന്നുണ്ട്. ഓൻ പറയുന്നത് തൊല്ലക്കുത്തു യോമസബത്തി, വെള്ളിയാഴ്ച പ്രസവിച്ച ശരി അത് ഓള് ഞാൻ സമ്മതിക്കാം. തൊലാഖ് ചൊല്ലിയത് ശനിയാഴ്ച ദിവസത്തിനാണ്. ഓ കാലത്ത് ഓള് പറയാണ് അൽ ഹമീസ്, വ്യാഴാഴ്ചയാണ്. ഈ പറഞ്ഞു കൊടുത്ത് മസ്തലാർന്ന വാക്കെടുക്കുക. ഫൽ ഖൗലു ഖൗലുഹു, ഓൻ പറഞ്ഞ വാക്കെടുക്കണം. ശനിയാഴ്ച ചെല്ലിക്കുന്ന വാക്കാണ് എടുക്കേണ്ടത്. കാരണം അന്നൽ അസ്ല ബഖാഉ നിക്കാഹി യൗമൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസം അവിടെ ത്വലാഖ് എന്താണ്, അല്ല നിക്കാഹിന്റെ അധികാരം അവശേഷിക്കുന്ന അടിസ്ഥാനം. അതുകൊണ്ടാണ് ഈ അദ്മി ത്വലാഖ്, ഇനിയെന്താ ഈ ത്വലാഖ് ഇല്ല എന്നതിന്റെ മേലിലാണ് രണ്ടാൾ സമ്മതിച്ചത്. അല്ലെങ്കിൽ അലാ വഖ്തി ത്വലാഖ്, അല്ലെങ്കിൽ ത്വലാഖിന്റെ സമയത്തിന് യോജിച്ചു വന്ന രണ്ടാളും. എന്നിട്ട് വഖ്തലഫ ഈ വഖ്തുൽ വിലാദ, പിന്നീട് രണ്ടാൾക്ക് തർക്കം വന്ന് പ്രസവിച്ച സമയത്തിലാണ്. ആ പ്രസവിച്ച ദിവസത്തിലാണ് മാറ്റം വന്നത്. ഓള് പറയുന്നു വെള്ളി, മറ്റോ പറയുന്നു ശനി. ത്വലാഖ് ഇല്ലാതെ രണ്ടാൾ സമ്മതിക്കുന്നു. അല്ലെങ്കിൽ ത്വലാഖ് ചൊല്ലിയത് എന്താണ്, ശനിയാഴ്ചയാണ് എന്നാണ്. അപ്പോ തർക്കം വരുന്നത് ഓ പറയുന്നത് എന്താണ്, ഞാൻ ചൊല്ലിയത് ഞായറാഴ്ച എന്നാണ്. ഓള് പറഞ്ഞല്ല ശനിയാഴ്ച തന്നെയാണ്. നഫൽ കൗലു, ഇവിടെ വാക്ക് കൗലുക, ഓള വാക്കെടുക്കേണ്ടത്. കാരണം ഈ അന്നൽ അസല അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ അതുമിൽ വിലാദത്തി ഇസ്ദാക്കാൻ, ആ തലാഖ് ചെല്ലുന്ന സമയത്ത് അവിടെ പ്രസവം നടന്നിട്ടില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. അതുകൊണ്ടാണ് ആ വാക്കെടുക്കുക എന്ന് പറഞ്ഞത്.